കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. റോമാലേഖനം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ടെന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ 3 വിധത്തിലുള്ള സത്യവാങ്മൂലമാണ് ഈ വേദഭാഗത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ദൈവത്തെ സാക്ഷിയാക്കി തൻ്റെ ഉദ്ദേശശുദ്ധി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 1. ഞാൻ സത്യം പറയുന്നു. 2. മനസാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നു. 3. പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി മനസാക്ഷിക്ക് കളങ്കം പറ്റാതെ സത്യം പറയുന്നു. ഈ വിധത്തിൽ പൗലോസ് നടത്തുന്ന പ്രസ്താവന അനുകൂലമല്ലാത്തവരുടെ പ്രതികരണത്തെ പ്രതിരോധിക്കേണ്ടതിനോ പ്രിയപ്പെട്ടവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിനോ വേണ്ടിയുള്ളതായിരുന്നില്ല. അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും പറയുന്ന ഈ പ്രസ്താവനകൾ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തെയും അടുപ്പത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സ്വഭാവശുദ്ധിയുള്ളവരുടെ ജീവിത വീക്ഷണം എപ്പോഴും ശ്രേഷ്ഠവും ശ്രദ്ധേയവുമായിരിക്കുമെന്ന ഗുണപാഠമാണ് ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആമേൻ ദൈവഹിതപ്രകാരം ആമേൻ ജീവിപ്പാനും ഞങ്ങൾ പ്രവർത്തിപ്പാനും ആവശ്യമായ ദൈവകൃപ അവിടുന്ന് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.